നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പല ആളുകൾക്കുള്ള കംപ്ലൈൻറ്റാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായി പോകുന്നത്, അതുപോലെ കട്ട കെട്ടി പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബൗളിലേക്ക് നമുക്ക് 1.25 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് ആദ്യം ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് നമുക്ക് പൊടിയായിട്ടൊന്ന് ആദ്യം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കൈകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ബോളായിട്ട് വരുന്നുണ്ട്, എന്നാലും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ചേർക്കുന്ന വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസ് പോലെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോൾ നല്ല കട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. വെള്ളം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ പൾസ് ചെയ്തെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റും തേങ്ങയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിൽ ആവി കയറ്റിയെടുക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് നിറച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇത് തേങ്ങ നിറയ്ക്കുന്നുണ്ടെങ്കിൽ നിറയ്ക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങയും ക്യാരറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മധുരമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആവി കയറ്റുന്നത് ഒരു 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പുട്ട് ട്രൈ ചെയ്യാൻ മറക്കില്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്